പ്രിയ സഹോദരങ്ങളെ, അനുഗ്രഹീതമായ മറ്റൊരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി നൽകിയിരിക്കുക. ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദി പറഞ്ഞ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആരംഭിക്കാം. കർത്താവെ, നടത്തിയ വിധങ്ങൾക്കായി നന്ദി. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ രക്ഷയുടെ പാറയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രാണനെ രക്ഷിച്ച് നല്ല രക്ഷകനെ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാണപ്രിയനായ യേശുവിനെ ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ജീവൻ്റെ ആധാരമായിരിക്കുന്ന സ്തോത്രം, ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ പരിചയം ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ മറവിടവുമായിരിക്കുന്ന നല്ല ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ഇന്നയോളം ഞങ്ങളെ ഈ പ്രഭാതത്തോളം ഞങ്ങളെ നിലനിർത്തി ആ വലിയ ദയക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ വൻകൃപയിൽ ഞങ്ങൾ എത്രയോ തവണ ഇടറിയെങ്കിലും കർത്താവ് അത്ഭുതകരമായി ഞങ്ങളെ നടത്തി. കർത്താവേ, സ്തോത്രം, സ്തോത്രം. അനർത്ഥങ്ങളുടെ സ്നേഹിതുവാകാതെ നമ്മെ നടത്തിയ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത് വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇപ്രകാരമാണ് വചനഭാഗത്തിൽ നമ്മളോട് പറയുന്നത്. സ്തോത്രം. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. പിതാവായ ദൈവം പറഞ്ഞിരിക്കുക, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നു. നമ്മുടെ ആരാണ്? കർത്താവ് ആയിരിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക്. അതാരാണ്? പിതാവിന് പുത്രനാണ്. സ്തോത്രം. ആ കൂട്ടായ്മയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയ സഹോദരങ്ങളോടും എനിക്ക് പറയുവാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. കൂട്ടായ്മയില്ലാത്ത ജീവിതം അർത്ഥശൂന്യവും നിർജീവവുമായിരിക്കും. അത് പാഴും ശൂന്യവും എന്നൊരു അനുഭവമായിരിക്കും. നമ്മളിലേക്ക് ജീവൻ വ്യാപരിക്കണമെങ്കിൽ പിതാവ് അയച്ച പുത്രനിലേക്ക് വിശ്വസിക്കുന്നതിലൂടെ, ആ കൂട്ടായ്മയിലൂടെ നടക്കുന്നതിലൂടെയാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, പിതാവ് തൻ്റെ ജീവൻ എന്നിൽ പകർന്നിരിക്കുന്ന പോലെ എൻ്റെ ജീവൻ നിങ്ങളിലേക്കും പകരുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് നമ്മളിലേക്ക് ദൈവിക ജീവൻ വ്യാപരിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ഈ ദേഹി ഉപേക്ഷിച്ച് പോകേണ്ടവരാണ്. നമ്മുടെ ആത്മാവാണ് നിലനിൽക്കുന്നത്. ഈ ആത്മാവിന് നൽകപ്പെടുന്ന നിലനിൽക്കുന്ന നിത്യമായ ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ജീവനാണ്. ആ ജീവൻ പ്രാപിക്കപ്പെട്ട ഓരോ വ്യക്തികളും സ്വന്തം ആ ജീവൻ്റെ നിലനിൽപ്പിൽ യാത്ര ചെയ്യുമ്പോൾ ആ ജീവനെ നൽകിയവനുമായിട്ടാണ് കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. അതായത് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ. ക്രിസ്തുവിൻ്റെ പ്രാണനെ നൽകിക്കൊണ്ടാണ് നമ്മളെ ജീവിപ്പിച്ചത്. സ്തോത്രം. ആ കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ തകർത്തുകൊണ്ടാണ് നമുക്ക് ജീവനെ പ്രദാനം ചെയ്തത്. നാം മരിക്കേണ്ടവരായിരുന്നു, നശിക്കേണ്ടവരായിരുന്നു, സ്വതം നാശയോഗ്യരായിരുന്നു. നമ്മളിലേക്ക് ജീവനെ പകർന്ന ക്രിസ്തു ആ കൂട്ടായ്മയിലേക്ക് പിതാവ് നമ്മളെ വിളിച്ചത് കൊണ്ടാണ് ആ ജീവൻ നമ്മളിലേക്ക് ലഭിച്ചതും ആ ജീവൻ നമ്മൾ നിലനിർത്തുന്നതും. അതിൽ നിലനിൽക്കണമെങ്കിലും മുൻപോട്ട് പോവുകയും ചെയ്യണമെങ്കിൽ ആ കൂട്ടായ്മ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ജീവനില്ലാത്തൊരു അനുഭവം എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു നിർജീവത്വം, ഒരു മന്ദത, ഒരു ഉത്സാഹമില്ലായ്മ, ഒരു പരാജയം, ഒരു തളർച്ച, ശൂന്യതയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തു, ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ആ ജീവൻ്റെ നിറവ് നമ്മളിലേക്ക് പകരും. ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് പിതാവ് നമ്മളെ വിളിച്ച് വേറെ എങ്ങുമേ ഇല്ല, വേറെ ഒരുവനിലും രക്ഷയില്ല. ബൈബിൾ നമുക്ക് ആധികാരികതയോട് ഓർപ്പിക്കുന്നുണ്ട്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് തന്നിരിക്കുന്ന ഒരൊറ്റ നാമം എന്ന് പറയുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിലൂടെ രക്ഷ പ്രാപിച്ച നാമ യേശുവുമായുള്ള കൂട്ടായ്മയിൽ വേണം നടക്കാൻ നമ്മൾ. അവനോടുള്ള കൂട്ടായ്മ ഇല്ല എങ്കിൽ അതോടുകൂടി നിങ്ങളുടെ ജീവനാണ് കട്ടാകുന്നത്. ജീവൻ, ആ ജീവനിൽ നിന്നാണ് നിങ്ങൾ പോകുന്നത്. ക്രിസ്തുവുമായി അകലുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചു, ജീവനിൽ നിന്ന് പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ജീവനിൽ നിലനിൽക്കണമെങ്കിൽ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയാണ്. അപ്പോൾ കൂട്ടായ്മയിൽ നടക്കുവാനാണ് പിതാവ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. ആരുമായിട്ടുള്ള? ക്രിസ്തുവുമായിട്ടുള്ളത്. ഇപ്പം ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എവിടെ നിങ്ങളുടെ ശൂന്യാവസ്ഥകളുണ്ടെങ്കിലും നിങ്ങൾ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലേക്കൊന്ന് നിങ്ങളുടെ ജീവിതം ഒന്ന് ബിൽഡ് ചെയ്തേ. ഒന്ന് മടങ്ങി വന്നേ, ഒന്ന് ചേർന്ന് നിന്നേ, അവനോട് സംസാരിച്ചേ, കർത്താവിനോട് കൂടെ നടന്നേ, കരവൊന്ന് പിടിച്ചേ. നിങ്ങൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കും, ജീവൻ്റെ സമൃദ്ധിയിൽ നടക്കും. നിങ്ങളുടെ പരാജയങ്ങൾ നീങ്ങിപ്പോകും, നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് വിരാമമാകും, നിങ്ങൾക്ക് പ്രത്യാശയുണ്ടാകും, അകത്തെ നിരാശകളൊക്കെ അങ്ങ് മാറും. നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവരായി തരും. പലരും ഉറപ്പും ധൈര്യവും ഇല്ലാതെ വികലമായി പ്രാർത്ഥിക്കുകയും കരയോ എന്നെ കൈവിട്ടേ എന്ന് പറഞ്ഞാൽ അവർ കർത്താവിൻ്റെ കൂട്ടായ്മയിലല്ലാത്തതുകൊണ്ടാണ്. കൂട്ടായ്മയിൽ നടക്കുന്നവനെ കർത്താവ് എങ്ങനെ കൈവിടുന്നത്? ഓർത്തു നോക്കൂ. ആ കൂട്ടായ്മ നടക്കുന്നത് നമ്മളെ എങ്ങനെ കർത്താവിന് കൈവിടാൻ പറ്റും? ഒരിക്കലുമില്ല. നമ്മൾ കൈവിട്ടു, എന്നെ കർത്താവ്, ചിലർ പറയുന്നുണ്ട് എന്നെ ദൈവം ഓർക്കുന്നില്ല, ദൈവം എന്നെ അറിയുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് കേൾക്കുന്നില്ല. പലരും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെ കുറ്റം പറയല്ല, ദൈവം എന്നെ പരിഗണിക്കുന്നില്ല, ദൈവത്തിന് എന്നോട് താല്പര്യമില്ല എന്നൊക്കെ എടുക്കുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ കർത്താവുമായി കൂട്ടായ്മയുണ്ട്. നിങ്ങൾ സകല കൊള്ളരുതായ്മയും കഴിച്ച് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് നടന്നിട്ട് വൈകിട്ട് കിടക്കാൻ വരുമ്പോൾ മാത്രം ഇതാ മലക്കുന്നു എന്ന് പറഞ്ഞ് ദൈവമേ എന്ന് പറഞ്ഞൊരു സങ്കീർത്തനം വായിച്ച് കിടക്കുന്നുണ്ടായിരിക്കും. അത് ദൈവവുമായുള്ള കൂട്ടായ്മയല്ല. നിരന്തരം
നിന്റെ ലൈഫ് നിരന്തരം കർത്താവുമായി പങ്കുവെച്ച് കർത്താവുമായുള്ള ആ ഒരു കൂട്ടായ്മയിലാണ് നടക്കുന്നതെങ്കിൽ നിന്റെ ജീവിതം ഒരിക്കലും നിർജീവാവസ്ഥ ബാധിക്കത്തില്ല. ഇന്ന് നിന്റെ ജീവിതത്തിലെ തളർച്ചകൾക്ക് മുഴുവൻ കാരണമായിരിക്കുന്നത് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയതാണ്. അതെനിക്ക് ഓർപ്പിക്കുന്നതിൽ യാതൊരു മടിയുമില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തളർച്ചകളും ക്ഷീണങ്ങളും പരാജയങ്ങളും വന്നിട്ടുണ്ട്. എവിടെ നിന്നാ? കൂട്ടായ്മയിൽ നിന്ന് അകന്നപ്പോൾ. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുവാൻ സന്നദ്ധമാണെങ്കിൽ നിന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ മാറും, നിന്റെ തളർച്ചകൾ മാറും, നിനക്ക് പ്രതീക്ഷകൾ ഉണ്ടാകും, നിന്റെ ജീവിതം അനുഗ്രഹ സമ്പൂർണ്ണമായി തീരും. അതുകൊണ്ട് ഇന്ന് പകൽ ചില സഹോദരിമാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം എന്നെ കൈവിട്ട് ഞാൻ ഇനിയും പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. സകല തിന്മയും ചെയ്ത് ഹൃദയത്തിൽ സകല കയ്പും സകല വെറുപ്പും സകല പകയും കൊണ്ട് നടന്നുകൊണ്ട് ദൈവവുമായി ഒരു കൂട്ടായ്മയില്ലാതെ അകന്ന് നടന്ന് ഇപ്പോഴും ജഡ ഇഷ്ടപ്രകാരം ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പോഴും ജഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. സ്നേഹിതർ, സ്നേഹബന്ധങ്ങൾ, കൂട്ടുകാർ, പാർട്ടികൾ, ഇതൊക്കെ ഇല്ലാതെ എന്തൊരു ലോകം. ആ ലോകത്ത് ജീവിച്ചു നിന്റെ ജീവിതം അർത്ഥശൂന്യമായി പോകും, നിരാശ നിറഞ്ഞതായി തീരും. നിന്നെ പിശാച് ആത്മഹത്യയിലേക്കും മരണത്തിലേക്കും തള്ളിവിടും. നിന്റെ ശരീരം രോഗബന്ധനമായി പോകും. നിനക്ക് ഒരിക്കലും സ്വസ്ഥത അനുഭവിക്കാൻ കഴിയില്ല. പക്ഷെങ്കിൽ ക്രിസ്തുവിനുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വന്നാൽ ഒരു ജീവിതം സന്തോഷമുള്ളതാകും, ആരോഗ്യമുള്ള ശരീരമാകും, രോഗബന്ധനങ്ങൾ അഴിയും, പുഷ്ടി പ്രാപിക്കും, ആത്മധൈര്യമുണ്ടാകും, നല്ല ബലമുണ്ടാകും, മറ്റുള്ളവരോട് കയ്പില്ല, വിദ്വേഷമില്ല, പുഞ്ചിരിയോടെ എല്ലാവരും സ്നേഹിക്കാൻ കഴിയും, വെറുപ്പും വിദ്വേഷവും എല്ലാം അലിഞ്ഞു പോകും. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ നിനക്ക് ജീവന്റെ പുതുക്കം കിട്ടും, സമൃദ്ധി കിട്ടും. മറ്റുള്ളവർ നിന്നെ മാനിക്കും, നിന്നെ കാണുന്നവർക്ക് ഒരു പ്രകാശമായി നീ വിളങ്ങുവാനിടയായി തീരും, ശോഭിക്കും. കാരണം അവൻ വെളിച്ചമാ, അവനിൽ വസിക്കുമ്പോൾ ഇരുട്ട് നിന്നെ നീ വിട്ടുപോകും. ഇരുട്ടാണ് നിന്നെ പിടിച്ച് ബന്ധിച്ചിട്ടിരിക്കുന്നത്. സ്പോണ്ടിലോസിസ്, പ്രഷർ, ഷുഗർ, വാദം, മൈഗ്രെയിൻ എന്നും ഇങ്ങനെ ഇരിക്കുക അല്ലേ? ഓർത്തു നോക്കൂ. ചിലത് രോഗമാണ്, ചിലത് രോഗബാധയാണ്, ചിലത് രോഗമെന്ന തോന്നലാണ്. ഇതിന്റെ അടിസ്ഥാന കാരണം ദൈവവുമുള്ള കൂട്ടായ്മയിൽ നകന്നു പോയത്. എന്നിട്ട് അമ്മയെ കുറ്റം പറയുന്നു, അപ്പനെ കുറ്റം പറയുന്നു, വീട്ടുകാരെ കുറ്റം പറയുന്നു, ഭർത്താവിനെ കുറ്റം പറയുന്നു, ഉപേക്ഷിച്ച് പോയവനെ കുറ്റം പറയുന്നു. ഒന്നുമല്ല നിന്റെ കുഴപ്പമാണ്. യേശുവുമായുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വാ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സ്ഥിതി മാറും. നിന്നെ നിന്ദിച്ചവരും പരാജയപ്പെടുത്തിയവരും നിന്നെ അപമാനിച്ചവരും നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ നീ മാന്യപാത്രമാവും. നിനക്ക് അനുഗ്രഹ സമ്പൂർണ്ണമായ ഒരു ജീവിതം കർത്താവിനുണ്ട്. ആ കൂട്ടായ്മയിലേക്ക് ഒന്നുചേർന്ന് മറ്റു ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന, മറ്റു കൂട്ടായ്മയൊക്കെ ഉപേക്ഷിക്കുക. സുഹൃത്തുക്കളുടെ പ്രലോഭനങ്ങൾക്കൊന്നും അർത്ഥമില്ലെന്ന് അവർ പറയുന്ന വഞ്ചാര വാക്കുകൾക്കും ലഹരികൾക്കും സന്തോഷങ്ങൾക്കും പാർട്ടികൾക്കും ഡാൻസുകൾക്കും കൂത്തുകൾക്കും ഒക്കെ ഒരു പരിധിയുണ്ട്. നിന്റെ ലൈഫ് അനുഗ്രഹമാകണമെങ്കിൽ യേശുവുമായുള്ള കൂട്ടായ്മയിലേക്ക് വാ. നമുക്ക് ഒരുമിച്ച് ആ കൂട്ടായ്മയിൽ നിൽക്കാം. ആ കൂട്ടായ്മ നിന്റെ ജീവിതം അനുഗ്രഹമാകും. ദൈവത്തിന് മഹത്വം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പിതാവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പുത്രനുമായുള്ള കൂട്ടായ്മയിലേക്ക്. ആ കൂട്ടായ്മ ജീവന്റെ പുതുക്കത്തിൽ നടത്തുന്ന കൂട്ടായ്മ. ആ കൂട്ടായ്മ നിനക്ക് സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്, നിന്റെ ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ട്, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, നിനക്ക് വിടുതലുകളുണ്ട്, നിനക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും, നിനക്ക് ആരോഗ്യം അനുഭവിക്കാൻ കഴിയും. സ്തോത്രം. ആ നല്ല കൂട്ടായ്മയിലേക്ക് നമുക്ക് ഒരുമിച്ച് വരാം. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തിരുസലിലേക്ക് എടുത്തിരുന്നു. പുത്രന്റെ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച പിതാവിനെ ഞങ്ങൾ നന്ദി പറയുന്നു. ആ കൂട്ടായ്മ നിലനിൽക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ എവിടെയെങ്കിലും കൂട്ടായ്മകൾ വിട്ട് അകന്നു പോയെങ്കിൽ, ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ അകന്നു പോയെങ്കിൽ മടങ്ങി വരുവാൻ അവരെ സഹായിക്കണമേ. ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ കർത്താവ് ഓരോരുത്തരും ഇടയാക്കണം. കൃപയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ എൻ്റെ പ്രിയമുള്ളവരെ അവിടെ സഹായിക്കണം. ഈ പ്രഭാതത്തെ ഞാൻ അനുഗ്രഹിക്കുന്ന ഈ ദിനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹവും മനോഹരവുമായി തീരട്ടെ. കർത്താവ് ക്ഷയത്തോടെ ക്രിസ്തുവുമായുള്ള ആത്മബന്ധത്തിൽ ക്രിസ്തുവുമായി ഹൃദയം പങ്കുവയ്ക്കുന്നവരെ, കർത്താവിന്റെ ഹൃദയം അറിയുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ നേരിടുന്ന ഈ ലോകത്തിന്റെ സകല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. കെട്ടുകൾ പൊട്ടി മാറട്ടെ. ജയോത്സവമായ ഒരു ജീവിതം അവർക്ക് നൽകുന്നു. ഇതാ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ദേശത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു, വ്യക്തികളെ ഞാൻ അനുഗ്രഹിക്കുന്നു, കുടുംബ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു, തലമുറകളെ അനുഗ്രഹിക്കുന്നു, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലിക്കായി കാത്തിരിക്കുന്നവർ പുതുവഴികൾ തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനായി ഒരുങ്ങുന്നവർക്ക് നല്ല ബന്ധങ്ങൾ വന്നുചേരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഉള്ളംകരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുക. അവരുടെ ആത്മീയ ജീവിതം പുഷ്ടി പ്രാപിക്കട്ടെ. ക്രിസ്തുവുമായുള്ള ആത്മബന്ധത്തിൽ ഇഴുകിച്ചേരുവാനിടയാകട്ടെ. ഉള്ളംകരങ്ങളിൽ തരുന്നു. പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ. കൃപയുടെ കാര്യങ്ങളിലേക്ക് താഴ്ന്നിരിക്കാം. നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ വരെ ടെക്സ്റ്റ് ചെയ്യണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 24 മണിക്കൂറും നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ ചാനൽ 1-ന്റെ പ്രിയപ്പെട്ടവർ നിങ്ങൾ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അവരെയും കൂടി ഇൻവൈറ്റ് ചെയ്യണം. എന്നും വൈകിട്ട് കുടുംബ പ്രാർത്ഥനയുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് സൂമിൻ്റെ ലിങ്ക് അയക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.